ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഈ തിരുവചനം ചിന്തിപ്പാൻ ദൈവം നമ്മെ ഒരുക്കിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത് ആധുനിക സഭ പരാജയത്തിലാണ് എന്ന് നാം ചിന്തിച്ചിരുന്നല്ലോ കഴിഞ്ഞ ഭാഗങ്ങളിൽ. എന്നാൽ ഇന്ന് അതിനൊരു പരിഹാരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നിർദ്ദേശിക്കുവാനായി പോകുന്നത്. ഭാരത്തിനും പ്രയാസത്തിനും വ്യാകുലതയ്ക്കും ആകുലതയ്ക്കും എല്ലാം വിട പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ സഭ എങ്ങനെ ദൈവാത്മാവിനാൽ നടത്തപ്പെടണമെന്ന് ഈ നിമിഷങ്ങളിൽ നാം ചിന്തിക്കുവാനായി പോവുകയാണ്. ഇങ്ങനെ ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ ദൈവസഭയുടെ ജീവിതവും നടത്തിപ്പും എങ്ങനെ അനുഗ്രഹമായിരിക്കണമെന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായി നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശമണ്ഡലങ്ങളെ സൃഷ്ടിക്കുകയും സകല ചരാചരങ്ങളെയും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഉടയവനായ ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഏഴകളാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ബലഹീനതകളെ നികത്തുവാൻ ഞങ്ങളെ സഹായിച്ചാലും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ചാലും എല്ലാം ഞങ്ങൾക്കായി ജീവൻ നൽകി തന്ന യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ആധുനിക സഭ പരാജയത്തിലാണ്. ഇത് നാം കേട്ട് മടുത്ത പദവുമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇതിനൊരു വലിയ പരിഹാരം ഈ വേളയിൽ നമുക്ക് നിർദ്ദേശിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ജീവസ്നേഹമേ, എന്നെ നീ നടത്തേണമേ. നിന്നിലേകിയൻ ഹൃത്തടം നിന്റെ സ്നേഹത്താൽ ധന്യമാക്കണേ. പരിശുദ്ധാത്മാവേ, ജീവസ്നേഹമേ, എന്നെ നീ നടത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നടത്തിപ്പുമില്ലാതെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വലിയ വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. ഇന്നും പ്രശ്നങ്ങളിലും അഴുക്കുചാലിലും തറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കാൽപ്പാടുകൾ ഇനിയും പരിഹരിക്കപ്പെടുവാൻ ദൈവം സദാ സന്നദ്ധനാണ്. നാം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചാൽ ഇത് സാധ്യമായി തീരും. അതിന് ആധുനിക സഭയിലെ അംഗമായിരിക്കുന്ന നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് സാരം. നാം ചിന്തിച്ചല്ലോ, ആദ്യകാല സഭയും ആദിമസഭയും എല്ലാം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടതുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ഹിതം അവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നതുകൊണ്ടും പരിശുദ്ധാത്മാവിനാൽ അവർ തങ്ങളുടെ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ വിഷയങ്ങളെയും വ്യാഖ്യാനിച്ചതുകൊണ്ടുമാണ് അവർക്ക് അനേകരെ നേടുവാൻ, അനേക ഇടങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ചെന്ന് തിരുവചനം അറിയിപ്പാൻ അവർ പ്രാപ്തരായത്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് ചിന്തിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്താണ് ഈ വാക്യം പറയുന്നത്? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരണം ആസ്വദിക്കുകയില്ല, കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ലഭിച്ചിരുന്നു. ശ്രദ്ധിക്കണേ, ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരണമുണ്ടാകുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ലഭിച്ചിരുന്നു. ഇങ്ങനെ അരുളപ്പാട് ലഭിച്ച വ്യക്തിയുടെ പേര് അതിൻ്റെ മുൻ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശിമിയോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശിമിയോൻ എന്ന് പറയുന്ന മനുഷ്യന് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനാകുന്ന മശിഹയെക്കുറിച്ചുള്ള അരുളപ്പാട് അവന് ലഭിച്ചിരുന്നു. പ്രായമേറെയായിട്ടും ആ പ്രത്യാശയിൽ നിന്നും വീണു പോകാതിരിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത് അവന് ലഭിച്ച അരുളപ്പാടാണ്. ശ്രദ്ധിക്കൂ, നാം പരിശുദ്ധാത്മാവിൻ്റെ ഹിതം അറിഞ്ഞ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ചെളിക്കുണ്ടിൽ നിന്നും നമ്മുടെ കാലുകൾ ഉയർത്തെഴുന്നേൽക്കും. ഈ ലോകത്തിൻ്റെ പാപക്കെട്ടുകളിൽ നിന്നും നാം രക്ഷപ്രാപിക്കും. ഇവിടെ ശിമിയോൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം, ഈ വ്യക്തി പ്രായമേറെയായിട്ടും
തൻ്റെ പ്രായാധിക്യം കൊണ്ടുള്ള അവശതകൾ അവനെ തളർത്താതെ തൻ്റെ ശാരീരിക ബലഹീനതകൾ അവഗണിക്കുവാൻ അവനെ പ്രേരിപ്പിച്ച ഘടകം, അവനെ നയിച്ച ഘടകം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ മശിഹയെക്കുറിച്ചുള്ള ദർശനം, അരുളപ്പാട് അവന് ലഭിച്ചിരുന്നത് കൊണ്ടാണ്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അവന് ലഭിച്ചിരുന്നതാകുന്ന ആ അരുളപ്പാട് എന്തരുളപ്പാടാണ്? പ്രത്യാശയുടെ അരുളപ്പാട്. ഇനിയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നാളുകൾ കഴിഞ്ഞിട്ട്, അത് ദൈവത്തിൻ്റെ ഹിതമാണ്, ഒരു മനുഷ്യൻ ജനിക്കും, മശിഹ ജനിക്കും. അവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അവനെ നീ കാണും. കണ്ടതിന് ശേഷം മാത്രമേ മരണം നിന്നെ പിടികൂടുകയുള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഈ ദർശനം പ്രാപിച്ച ശിമിയോൻ തൻ്റെ ജീവിതത്തിൽ കൃതാർത്ഥനായിരുന്നു. യാതൊരു ബലഹീനതകളും പ്രയാസങ്ങളും അവനെ ഭാരപ്പെടുത്തിയിരുന്നില്ല. കാരണം എന്താ? അവൻ്റെ ഉള്ളിൽ അവനെ ജീവിതത്തിൽ ധൈര്യത്തോടുകൂടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു ദർശനത്തിൻ്റെ വിത്ത് അവൻ്റെ ഉള്ളിൽ മുളച്ചിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവന് ലഭിച്ചിരുന്ന ദർശനത്തിൻ്റെ വിത്ത് വളർന്ന് 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 അത് ഏത് നിമിഷമാണ് എനിക്ക് കാണുവാൻ സാധിക്കുക എന്നുള്ള ആശയിലും പ്രത്യാശയിലും അവൻ്റെ ജഡീകമാകുന്ന മനസ്സ് അല്ല, അവൻ്റെ ബലഹീനമായ ഈ ജഡം, ഈ ശരീരം എപ്പോഴും ആത്മപ്രചോദിതമായിരുന്നു എന്ന് സാരം. ഇവിടെ മുതൽ നാം ചിന്തിക്കുന്നത് ആധുനിക സഭ എങ്ങനെ ശക്തിപ്പെടാമെന്നുള്ളതാണ്. വീഴ്ചകളെയും പരാജയങ്ങളെയും കുറിച്ച് പഴിചൊല്ലി പലതിനെയും പഴിചാരി സമയം എത്ര കളഞ്ഞു പ്രിയ സ്നേഹിത. അയ്യോ, എനിക്ക് ഉയരാൻ സാധിക്കുന്നില്ല, എൻ്റെ കാലുകൾ തളർന്നു പോയി, എൻ്റെ പ്രാർത്ഥനയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാൻ ഒരു മനുഷ്യൻ പോലുമില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ എവിടെ ആരിയ്ക്കുന്നു? ആരുമില്ല, എൻ്റെ ജീവിതം നശിച്ചു പോയി, ദൈവസഭയിൽ ഞാനൊരു അംഗമായിരിക്കുന്നെന്ന് മാത്രം, എനിക്കൊരു രക്ഷയും ലഭിക്കുന്നില്ല, എനിക്ക് ആരാധിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ കൈകൾ കെട്ടിയതുപോലെയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ നാവിനെ ബന്ധിച്ചതുപോലെയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ആധുനിക സഭയുടെ പ്രിയപ്പെട്ട അംഗമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ താങ്കളോട് അറിയിക്കുന്ന സുവിശേഷം, ശിമിയോൻ എന്ന് പറയുന്ന മനുഷ്യനെ അവൻ്റെ ജരാനരകൾ അവൻ്റെ പ്രത്യാശയെ ബാധിക്കാത്ത തരത്തിൽ അവനെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചത് അവന് അവൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച അരുളപ്പാടാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സഭയും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ്. ആധുനിക സഭ അനുഗ്രഹം പ്രാപിക്കണോ? ജരാനരകൾ ബാധിച്ച്, തളർച്ച ബാധിച്ച് നഷ്ടപ്പെട്ടു പോകാനാണോ ആധുനിക ഈ യുഗത്തിൽ ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്നത്? ദൈവത്തിൻ്റെ സഭ തളർന്നു പോകുവാൻ വേണ്ടിയിട്ട് പിറവിയെടുത്തതാണോ? ദൈവസഭ ഇങ്ങനെ പരാജയപ്പെടുവാനുള്ള കാരണം മനസ്സിലാക്കുക. ദൈവം നിനക്കൊരു ദർശനം നൽകിയിട്ടുണ്ട്, അത് നീ പ്രാപിച്ചില്ല എന്ന് സാരം. ശിമിയോൻ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ എന്നും ശക്തിയുള്ളവനാക്കി മാറ്റിയത് അവന് യേശുവിനെക്കുറിച്ചുള്ള എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിർത്താൻ സാധിക്കില്ല. അവൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. നീണ്ട വർഷങ്ങൾ അന്യദേശത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് കിട്ടുന്ന മോക്ഷത്തിൻ്റെ മാർഗമാണ് മശിഹ. അങ്ങനെ മശിഹ വരും, ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നുള്ള പ്രത്യാശ, അതാണ് അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. ഇങ്ങനെ അരുളപ്പാടും ദർശനങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ സഭ തൻ്റെ പ്രവർത്തനത്തിൽ ധന്യമായി തീരും. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ പരാജയവും ഈ കാരണം തന്നെയാണ്. എന്താണ്? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതിലെന്താണ് ഇവിടെ പ്രവർത്തിച്ചത്? ആരാണ്? നാം ചിന്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ ശിമ്യോന് കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ മരണം ആസ്വദിക്കുകയില്ല എന്നുള്ള അരുളപ്പാട് ലഭിച്ചിരുന്നു എന്ന സാരം. നമുക്ക് അടുത്ത ഒരു വാക്യത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വന്തമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുകയും ചെയ്യും. ഇവിടെ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. ആധുനിക സഭ
അനുഗ്രഹം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ മണവാട്ടിയെപ്പോലെ നിലനിൽക്കണമെങ്കിൽ തൻ്റെ തെറ്റുകളെ ബോധ്യപ്പെടുന്ന അനുഭവം സഭയ്ക്കുണ്ടായിരിക്കണം. ഇന്ന് തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കുള്ള പ്രയാണമല്ലേ ആധുനിക സഭ? തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക്. ഒരു തെറ്റ് തിരുത്തുവാനായി മറ്റനേകം തെറ്റുകൾ നാം ചെയ്യുന്നു, തെറ്റുകൾ പറയുന്നു, കളവ് പറയുന്നു. ഞാൻ 50 ലക്ഷം രൂപ മോഷ്ടിച്ചില്ലല്ലോ, ഞാൻ 10,000 രൂപ മോഷ്ടിച്ചില്ലല്ലോ, ഞാൻ 1 രൂപയല്ലേ മോഷ്ടിച്ചുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കൂ, 50 ലക്ഷം രൂപ മോഷ്ടിച്ചതും 10,000 രൂപ മോഷ്ടിച്ചതും 1 രൂപ മോഷ്ടിച്ചതും 3 മോഷണമല്ലേ? കളവല്ലേ ചെയ്തത്? തുക കുറഞ്ഞു പോയത് കൊണ്ട് ചെയ്ത കൃത്യം കളവല്ലാതായി മാറുമോ? തുക കൂടിപ്പോയത് കൊണ്ട് മാത്രം ആ തെറ്റായി നിലനിൽക്കുമോ? പലപ്പോഴും ന്യായീകരണങ്ങൾ ഇങ്ങനെയാണ് പലരും നിരത്താറുള്ളത്. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ സഭ ഇന്ന് അത് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നു. മോഷ്ടിക്കരുത്, കലഹിക്കരുത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആധുനിക സഭ തെരുവിൽ പരസ്പരം കലഹിക്കുന്നു, കടിച്ചു കീറുന്നു. ചെന്നായ്ക്കളെ പോലെ തെരുവിൽ പരസ്പരം കടിച്ചു കീറുന്ന അനുഭവത്തിലാണ് ദൈവത്തിൻ്റെ സഭ മുൻപോട്ട് പോകുന്നത്. അവിടെ തിരുവസ്ത്രവും വിശ്വാസികളുടെ വസ്ത്രവും വെണ്മയുള്ള വസ്ത്രവുമെല്ലാം ചോര പുരണ്ടതായി മാറുന്നു. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാക്കും വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. മലയാളക്കരയിൽ പാടി പാടി പതിഞ്ഞൊരു പാട്ടിൻ്റെ അല്പം വരികളാണ് നാം ശ്രദ്ധിച്ചത്. നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ഉത്തമമായ മാർഗമാണ് സുവിശേഷം. എന്നിട്ടതിന് പാട്ടുകാരൻ ചേർത്ത് വരിയോ, വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. ഇങ്ങനെ സുവിശേഷം ഏറ്റവും നിർമ്മലതയുള്ളത് എന്ന് പാട്ടുകാർ പാടുമ്പോൾ, അവരെഴുതുമ്പോൾ ഇവിടെ സുവിശേഷം തെരുവിൽ ചോര പുരളുന്നു. തിരുവസ്ത്രം തെരുവിൽ പരസ്പരം കലഹിക്കപ്പെടുന്നു. ജാതീയ പ്രശ്നങ്ങളും വംശീയ പ്രശ്നങ്ങളും സാമുദായിക പ്രശ്നങ്ങളും നിരത്തിക്കൊണ്ട് ദൈവസഭ ഇന്ന് തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് അനിവാര്യമാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഭ നയിക്കപ്പെടണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം വായിച്ചത്. അവൻ വരുമ്പോഴോ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും എന്ന് പറഞ്ഞാൽ തെറ്റുകളെ തിരുത്തുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ദൈവസഭയെന്ന് അറിയപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തെറ്റുകൾ ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ദൈവസഭയിൽ നമുക്ക് മുന്നേറുവാൻ, ദൈവസഭയെന്ന് പറയുവാൻ നമുക്ക് ലജ്ജ തോന്നും. പരിശുദ്ധാത്മാവ് ഇവിടെയും ഒരു പ്രധാന സാക്ഷിയായി, ഒരു പ്രധാന കർത്താവായി, എല്ലാം നിർവഹിക്കുന്നവനായി നമ്മോട് കൂടെ ഇരിക്കുന്നു. അവൻ നമ്മെ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരുത്തി സകല നീതിയുടെ മാർഗത്തിലേക്ക് നടത്തും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മോട് പറയുന്നത്, ആധുനിക സഭ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വളരണം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വ്യാഖ്യാനിക്കപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ എല്ലാ കാര്യങ്ങളും ചന്തമായും ഉചിതമായും ചെയ്യപ്പെടണം. ഇങ്ങനെ നാം ചെയ്യുമ്പോൾ ആധുനിക സഭ അനുഗ്രഹം പ്രാപിക്കും. ഇവിടെ താങ്കൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല, ഇവിടെ താങ്കൾക്ക് വ്യാകുലപ്പെടേണ്ട ആവശ്യകത വരുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന, നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ഒരു ഗുരു, ഒരു നല്ല ഇടയൻ നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് എത്ര ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ദൈവസഭയിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു വാക്യവും കൂടെ നമുക്ക് വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ സംസാരിച്ചതത്രേ.
ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ എങ്ങനെ എഴുതപ്പെട്ടു, ഇതിൻ്റെ മർമ്മം എങ്ങനെ ലോകത്തിന് വെളിപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ വചനത്തിൽ നമുക്ക് നൽകുന്നത്. പത്രോസ് അതിന് വ്യക്തമായ ഒരു മറുപടിയും ഈ ലേഖനത്തിൽ എഴുതി ചേർക്കുന്നു. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, അത് ദൈവത്തിൻ്റെ കൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗത്താൽ സംസാരിച്ചതത്രേ. പത്രോസിൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്നും ആധുനിക സഭയ്ക്ക് പഠിക്കുവാനുള്ള പ്രേരക ശക്തി എന്താണ്? ആധുനിക സഭയ്ക്ക് മനസ്സിലാക്കുവാനുള്ള ഘടകം എന്താണ്? നാം വായിച്ചല്ലോ, ഈ തിരുവെഴുത്തുകൾ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ എഴുതപ്പെട്ടതല്ല. പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ കൽപ്പനയാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചുകൊണ്ട് മനുഷ്യൻ എഴുതിയതത്രേ. അപ്പോൾ ആധുനിക സഭയ്ക്ക് തെറ്റ് തിരുത്തപ്പെടുവാൻ ശക്തിപ്പെടുന്നതിന് ഒരു നിയോഗമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മനുഷ്യർ എഴുതിയത് കൊണ്ടാണ് ഇന്ന് ഈ തിരുവചനത്തിന് ആധികാരികത കൈവന്നിരിക്കുന്നത്. ഈ തിരുവെഴുത്തുകൾ കൊണ്ട് മാനസാന്തരപ്പെടാത്ത മനസ്സുകൾ ലോകത്തിൽ ചുരുക്കമാണ്. ഈ തിരുവെഴുത്ത് സ്പർശിക്കാത്ത ഹൃദയങ്ങൾ ചുരുക്കമാണ്. ഈ തിരുവെഴുത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനത്തിൽ കൂടെ അനേകരുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുന്നത് കൊണ്ട് അനേകരുടെ കണ്ണുനീർ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടുന്നു. വലിയ ഭാരങ്ങളും പ്രയാസങ്ങളും അവരിൽ നിന്നും അകന്നു പോകുന്നു. തങ്ങളുടെ ജീവിതത്തിൽ അവർ ഏറ്റവും അധികം വ്യാകുലപ്പെട്ടിരുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ആശ്വസിപ്പിച്ചിരുന്നു. തങ്ങളുടെ വേദനകളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവാത്മാവ് അവരെ നടത്തി. എങ്ങനെ? ഈ വിശുദ്ധ തിരുവെഴുത്തുകളിൽ കൂടെ. 23-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യവാക്യം പറയുന്നത് എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. നിരന്തരമായ പട്ടിണിയും പ്രയാസവും മൂലം ജീവിതം നൈരാശ്യത്തിലേക്ക് പോയിരിക്കുന്ന അനേക ജീവിതങ്ങൾ ആധുനിക സഭയുടെ സന്താനങ്ങളാണ്. ഇങ്ങനെ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആധുനിക സഭയുടെ സന്താനങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ തിരുവചനത്തിൽ കൂടെ നിനക്ക് മാനസാന്തരവും വിടുതലുമുണ്ട്. ഇങ്ങനെ ആളുകളെ പട്ടിണിയിലും പ്രയാസത്തിലും ധൈര്യസമേതം നിലനിർത്തുവാൻ ഈ വചനം പ്രേരിപ്പിക്കുന്നു എങ്കിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള തിരുവചനം വായിക്കുമ്പോൾ പട്ടിണി കോലങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു. ഈ ആശ്വാസം അവർക്ക് കൊടുക്കുവാൻ ഇടയായിത്തീർന്നത് എന്തുകൊണ്ടാണ്? ഇത് മനുഷ്യൻ സ്വന്തം ഇഷ്ടത്താൽ എഴുതിയ വചനം അല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ സ്വന്തം ഇഷ്ടത്താൽ ഈ വചനം എഴുതിയിരുന്നുവെങ്കിൽ ഇന്ന് തെരുവിൽ കമ്പോളങ്ങളിൽ കിട്ടുന്ന ഏതൊരു സാധാരണ മാസികയും വായിച്ച് തള്ളപ്പെടുന്നത് പോലെ കഥ വായിച്ച് ആ കഥയുടെ സുഖം നുകർന്നതിന് ശേഷം അത് ചവറ്റ് കുട്ടയിലേക്ക് തള്ളിക്കളയും. ഈ ഒരു അനുഭവത്തിലേക്ക് മാറുമായിരുന്നു. ഇതൊരു പൈങ്കിളി കഥയല്ലാതെ ആയത് പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവത്തിൻ്റെ മനുഷ്യർ എഴുതപ്പെട്ടതുകൊണ്ടാണ്. ഈ ആധുനിക സഭയ്ക്ക് തിരുവചനം നൽകുന്ന ഉപദേശം എന്താ? അപ്പോസ്തലനായ പത്രോസിൻ്റെ കയ്യൊപ്പ് വെച്ച ഈ സാക്ഷ്യത്തിൽ കൂടെ നമുക്ക് നൽകുന്ന ദൂത്, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പേര് നാമകരണം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, യുവാക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, യുവതികൾ തങ്ങളുടെ തെറ്റുകൾ തിരുത്തപ്പെടണമെങ്കിൽ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ബാലശിക്ഷയിൽ മുതിർന്നു വരണമെങ്കിൽ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ അത് ക്രമീകരിക്കപ്പെടണം. ഇന്ന് ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴും പുറത്തേക്ക് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എത്ര മിനിറ്റ് പ്രാർത്ഥിക്കും? എത്ര നേരം ദൈവത്തോട് തങ്ങളുടെ ആവശ്യങ്ങളെ ഒന്ന് ഉണർത്തിക്കും? പ്രാർത്ഥിക്കാൻ പലപ്പോഴും സമയം ലഭിക്കുന്നില്ല. വ്യഗ്രതയോടുകൂടെ ഓടുകയാണ്. ആ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് ഇന്ന് കേരളത്തെ, മലയാളി സമൂഹത്തെ, അല്ലെങ്കിൽ ലോക സമൂഹത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ ആത്മഹത്യ വർധനവ് വരുത്തിക്കൊണ്ടാണ്. അനേക യുവജനങ്ങളും പ്രിയപ്പെട്ടവരും ഇന്ന് ആത്മഹത്യ ചെയ്യുന്നു. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്കുകൾ, ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങളുടെ എണ്ണം, ശിശുക്ഷേമ സമിതികളുടെ എണ്ണം നമ്മെ വിരൽ ചൂണ്ടുന്നത്, നമ്മെ കാണിക്കുന്നത്
ദൈവാത്മാവിൻ്റെ നിയോഗമില്ലാതെ മനുഷ്യൻ തെറ്റായി വഷളായി നടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ തങ്ങളുടെ വഴികളെ നേരെയാക്കുവാൻ ശ്രമിക്കാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗത്താൽ നമ്മുടെ സഭകൾ നടത്തപ്പെടുന്നില്ല. ആധുനിക സഭ ദൈവാത്മാവിൻ്റെ നിയോഗത്താലല്ല നടത്തപ്പെടുന്നത്. ദൈവാത്മാവിൻ്റെ നിയോഗത്താലല്ല അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലല്ല സുവിശേഷകൻ പുൽപ്പെറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. പ്രസംഗപീഠത്തിൽ സാത്താൻ്റെ എരിവോടുകൂടി ഈ കാലഘട്ടത്തിൽ പ്രസംഗകർ എഴുന്നേൽക്കുമെന്ന് പ്രവാചകന്മാരുടെ എഴുത്തുകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. പലപ്പോഴും ദൈവാത്മാവിൻ്റെ നിയോഗം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ദൈവസഭ ഇന്ന് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ ദൈവാത്മാവ് നൽകുന്നു. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ വചനത്തിൽ ഇന്നത്തെ ഈ സമയത്തിൽ ഈ അവസരത്തിൽ നമ്മൾ ചിന്തിച്ചില്ലേ? ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളും അരുളപ്പാടുകളും മുമ്പേ പ്രാപിച്ചവരായിരിക്കണം നാം. രണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തെറ്റുകളെ ബോധ്യപ്പെടുന്നവരായി മുമ്പോട്ട് പോകണം. മൂന്നാമത് നാം ചിന്തിച്ചത് എന്താ? പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എല്ലാം ചെയ്യപ്പെടണമെന്ന് സാരം. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദർശനം പ്രാപിച്ച് പാപബോധം വന്ന തെറ്റുകൾ തിരുത്തിക്കൊണ്ടുള്ള യാത്ര നാം ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ക്രമീകരണങ്ങളും നമ്മുടെ ശുശ്രൂഷകളും എല്ലാം ദൈവസഭയിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം തന്നെ നടക്കും. ഇങ്ങനെ ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം അത് നടക്കുമ്പോൾ എൻ്റെ ദൈവമേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആധുനിക സഭയുടെ പ്രതിച്ഛായയ്ക്ക് മാറ്റം വരും, മുഖച്ഛായയ്ക്ക് മാറ്റം വരും. അവിടെ പ്രാർത്ഥനയും ആരാധനയും അനുഗ്രഹവും ഉണ്ടാകും. ദൈവം നമ്മെ അതിനായി ഒരുക്കും, നമ്മെ സഹായിക്കും. ഈ വിഷയങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ദൈവസഭയിൽ ആയിത്തീരാം? നമ്മൾ ചിന്തിച്ചു വന്നതൊരു വലിയ വിഷയമാണ്. ദൈവാത്മാവ് സഭയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ തിരുവചനം പറയുന്നു, ദൈവാത്മാവില്ലാതെ ദൈവസഭയില്ല. ദൈവാത്മാവ് ഇല്ലാതെ ആരാധനയോ പ്രാർത്ഥനയോ അതിൻ്റെ ഭംഗിയിലേക്ക് കടന്നു വരുന്നില്ല. അനുഗ്രഹം വിട്ടുപോകുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമുക്ക് നൽകുന്ന ദൂത് ദൈവാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച് വിശുദ്ധ തിരുവെഴുത്തുകളെ മാനിച്ചുകൊണ്ട് അരുളപ്പാടുകൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിത്തീരാം. ഈ എഴുതപ്പെട്ട തിരുവചന പ്രകാരം നമ്മുടെ ആരാധനയെ ക്രമീകരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയെ നാം ക്രമീകരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഈ ലോകത്തിലെ സഭ, ആധുനിക സഭയ്ക്ക് എന്ന് ഒരു മാറ്റം വരും? എന്നാണൊരു മാറ്റം വരിക? അതുകൊണ്ട് ഈ കേട്ട വിഷയങ്ങളെ മുമ്പിൽ വച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവാത്മാവിൽ ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ ഉറവിടമായിരിക്കുന്ന സ്വർഗീയദാത, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ പ്രവർത്തിപ്പാൻ അങ്ങ് ഞങ്ങളെ ശക്തീകരിച്ചാട്ടെ. എല്ലാം അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ കൂടെ ഇരിക്കണം. മാനവും മഹത്വമെല്ലാം അങ്ങ് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.